ഹലോ, നമുക്കൊരു സൺഡേ വ്ലോഗ് കണ്ടാലോ? ഇന്നൊരു വളകാപ്പിന്റെ വർക്ക് ഉണ്ടായിരുന്നു. ഹെയർ സ്റ്റൈലും സാരി ഡ്രൈപ്പിംഗ് ആയിരുന്നേ. അതുകൊണ്ട് ഞാൻ തലേ ദിവസം സാരി വാങ്ങിയിട്ട് പ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര സീരിയസ് ആ, അതാ എന്റെ മുഖം ഇങ്ങനെ. പിറ്റേന്ന് രാവിലെ 6:30 പോയി ഒരുക്കാന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ രാവിലെ എഴുന്നേക്കാൻ നല്ല മടിയായതുകൊണ്ട് എഴുന്നേറ്റപ്പോൾ തന്നെ 6:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയതുകൊണ്ട് എഴുന്നേറ്റ് പല്ലും തേച്ച് ഒരൊറ്റ ഓട്ടമായിരുന്നു. ഈ ഡെക്കറേഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് ആ ഒരു ഫോട്ടോ. ഞാൻ 6:30 വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഏച്ചി എഴുന്നേറ്റ് സെറ്റായി നിന്നിട്ടുണ്ടായിരുന്നു. മേക്കപ്പിനോട് തീരെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാം ചെയ്തത്. ഫേസിൽ ഒന്നും ചെയ്തിട്ടില്ല. ഫ്രണ്ടിലെ ഹെയർ സ്റ്റൈൽ കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ചേച്ചിക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തില്ല. ബ്ലൗസ് കുറച്ച് ലൂസ് ആയതുകൊണ്ട് സാരി എടുക്കാനും കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ നാത്തൂനും ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അപ്പോഴേക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഒരുപോലെ തന്നെ ഫ്രണ്ടിൽ ചെയ്ത് കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പുട്ടും മീൻകറിയും കടലക്കറിയും ഒക്കെ കൂട്ടി നന്നായിട്ടും കഴിച്ചു. പിന്നെ ഉച്ചക്ക് ചോറും മീൻകറിയും ചീരയും മീൻ വറുത്തതായിരുന്നേ. അത് കഴിഞ്ഞൊരു വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒരു ഹെയർ കെയർ അങ്ങ് ചെയ്യാന്ന്. ഇപ്പൊ എല്ലാ ഞായറാഴ്ച താളി തേച്ച് കുളിക്കാറുണ്ട്. എത്ര നാൾ ഇത് ഉണ്ടാവുന്നൊന്നും അറിഞ്ഞൂടാ. ഇതാ ഈ ഒരു ഇലയാണ് ഞാൻ താളിയാക്കാൻ ഉപയോഗിക്കാറ്. ഇതിന് പാടത്താളി എന്നാ പറയാ. ഇതാകെ ഞാൻ ഒരു പ്രാവശ്യം തേച്ചിട്ടുള്ളൂ. എല്ലാരും നല്ലതാന്നാ പറയുന്നത്, നമുക്ക് നോക്കാം എന്താവും. പിന്നെ അതും പറിച്ചുകൊണ്ടുപോയി നന്നായിട്ട് അരിച്ചെടുത്ത് തലയിൽ തേച്ചു. നോട്ട് ദ പോയിന്റ്. നിങ്ങൾ ആരെങ്കിലും ഇത് അരിച്ചു തേക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അരിപ്പയിൽ അരിക്കാതെ ഒരു തുണി വെച്ച് അരിച്ചാൽ കുറച്ചുകൂടെ നല്ലതായി. കാരണം ഞാനിത് അരിപ്പയിലാണ് അരിച്ചത്, അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പൊടികൾ ഉണ്ടായിരുന്നു. അത് പിന്നെ മുടിന്ന് കളയാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഗ്രീഷ്മേച്ചിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിയിട്ട് അവള് വ്ലോഗ് എടുത്ത് കളിക്കും. എന്നാ പിന്നെ അതും കൂടി അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. പറ്റുമെങ്കിൽ ഒരു കമന്റും കൂടി ഇട്ടോ.